എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സെറ്റപ്പ് ആക്കുക? എന്താണ് ഒരു ഔട്ട്ലൈൻ? എന്താണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്? എങ്ങനെ ആൾക്കാരിലേക്ക് കൊണ്ടുവരാൻ പറ്റും? എങ്ങനെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാൻ ഓഫ് ആക്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ കാര്യത്തിൽ നിങ്ങളൊരു ഡൗട്ട്ഫുൾ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു ഔട്ട്ലൈൻ ഞാൻ തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ മേളിൽ ഇംപ്രവൈസ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു പ്ലാനാണ് ഞാൻ ഈ വീഡിയോയിൽ തരാൻ നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, വെറുതെ എന്തിനാ. ലൈക്കും കമൻറ്റ് ഇപ്പോൾ ചെയ്യണ്ട. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ആഡ് സെറ്റപ്പിൻ്റെ കേസിൽ. ഓക്കെ, ആഡ്സ് റൺ ചെയ്യാനായിട്ട് ഒരു വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ സെറ്റപ്പാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫണലുണ്ട്. ഫണൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇനി മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്, നമ്മൾ റേഷൻ കടയിലൊക്കെ ഈ മണ്ണെണ്ണ ഒഴിക്കുന്ന സാധനമില്ല, ഞാൻ കറക്റ്റ് ഒഴുകി വരില്ല, അതാണ് ഫണൽ. അപ്പോൾ ഈ ഒരു ഫണൽ നമുക്കുണ്ട്. അതായത് ഈ ഫണൽ നമ്മൾ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഇതിൽ ടോപ്പിൽ വരുന്ന ആൾക്കാരെ നമ്മൾ കോൾഡ് ലീഡ്സ് എന്ന് പറയും, നടുക്ക് വരുന്ന ആൾക്കാരെ നമ്മൾ വാം ലീഡ്സ് എന്ന് പറയും, ഏറ്റവും ബോട്ടമിൽ വരുന്ന ആൾക്കാരെ നമ്മൾ ഹോട്ട് ലീഡ്സ് എന്ന് പറയും. അപ്പോൾ കോൾഡ് ലീഡ്സിൻ്റെ കാര്യം പറയാം. ഈ കോൾഡ് ലീഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൾഡ് ഓഡിയൻസ് എന്ന് പറയുന്നത്, ഇവർക്ക് നമ്മളെ പറ്റി ഒരു ഐഡിയ ഇല്ലെന്നേ. ഇവർ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടില്ല, നമ്മൾ ആരാണ് എന്താണ് ഒരു ഐഡിയ ഇവരുടെ ഇല്ല. മനസ്സിലായി? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവരിലേക്ക് എത്തുക എന്നാണ്. വളരെ ചീപ്പ് മെത്തേഡിലായിരിക്കണം നമ്മൾ ഇവരിലേക്ക് എത്തേണ്ടത്. ചീപ്പ് എന്ന് പറഞ്ഞാൽ ആ ചീപ്പല്ല, കോസ്റ്റ് എഫിഷ്യൻ്റ് ആയ രീതിയിൽ വേണം ഇവരിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്, എക്സ്പീരിയൻസ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് എന്താ ചെയ്യുന്നത്, എന്താണ് അവരുടെ സ്ട്രാറ്റജി, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ കയ്യിൽ ഇവർക്ക് എപ്പോഴും ഒരു സാധനം ഓഫർ ചെയ്യണം. അതെന്തെങ്കിലും ആവാം. നമുക്കൊരു ഇൻഫോർമേഷൻ ആവാം, ഒരു ഇ ബുക്ക് ആവാം, ഒരു ഫ്രീ ടെസ്റ്റ് ഡ്രൈവ് ആവാം, ഫ്രീ ആയിട്ട് നമുക്ക് എന്തൊക്കെ ഓഫർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഫ്രീ പ്ലാൻ, അല്ലെങ്കിൽ ഫ്രീ ചെക്ക് ലിസ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യും. ബേസിക് ആയിട്ട് ആൾക്കാർ ചെയ്യുന്നത് ഇൻഫോർമേഷൻ ഓഫർ ചെയ്യുന്നതാണ്. അത് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ പല ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിൽ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ബ്ലോഗിനെ കൊണ്ട് വല്ല പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലടേ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. ആ തെറ്റിദ്ധാരണ ഇപ്പോൾ മാറ്റിത്തരാം. ഈ ബ്ലോഗ് എന്ന് പറയുന്നത് ഇൻഫോർമേഷനാണ്. മനസ്സിലായില്ല? ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളത് ഇൻഫോർമേഷണൽ കീവേഡ്സ് ആണ്. നല്ല ബ്ലോഗ് എഴുതിയിരിക്കുന്ന ആൾക്കാരെ ഇൻഫോർമേഷണൽ കീവേഡ്സ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ ഇൻഫോർമേഷണൽ കീവേഡ്സിനെ ഗൂഗിൾ പ്രത്യേകിച്ച് അങ്ങനെ ചാർജ് ചെയ്തൊന്നുമില്ല കമ്പയർഡ് ടു നമ്മളൊരു ലാൻഡിംഗ് പേജ്. നമ്മൾ ലാൻഡിംഗ് പേജ് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബൈ നൗ, ഷോപ്പ് നൗ, ഗെറ്റ് എ കോട്ട്, എന്താ പറയുക, അങ്ങനത്തെയൊക്കെ ഒരു ബൈ നൗ, ഒരു സെയിൽസ് ഓറിയൻറ്റഡ് കീവേഡ്സ് ആണ് നമുക്ക് അതിലുള്ളത്. ഇപ്പോൾ സെയിൽസ് ഓറിയൻറ്റഡ് കീവേഡിൽ നമ്മൾ ഒരാളവിടെ നിന്ന് ലാൻഡ് ചെയ്ത് ഒരു സാധനം മേടിച്ച് നമ്മൾ കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗൂഗിൾ പറയും, നിങ്ങൾ എനിക്ക് കൂടുതൽ കാശ് തരണമെന്ന് പറയും. അതേസമയം ഗൂഗിൾ വഴി നമ്മളുടെ ഇൻഫർമേഷൻ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ബ്ലോഗിലേക്ക് ഒരാളെ കൊണ്ടുവന്നാൽ അയാൾ പ്രത്യേകിച്ച് അങ്ങോട്ട് മേടിക്കാനൊന്നും പോകുന്നില്ല, ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഗൂഗിൾ പറയും, എന്നാൽ നിങ്ങൾ എന്നാൽ കുറച്ച് കാശ് എന്നാന്ന് പറയും. അതുകൊണ്ട് ബ്ലോഗിലേക്ക് ആൾക്കാരെ ഡയറക്റ്റ് ചെയ്യുന്നത് വളരെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പക്ഷെ അതെങ്ങനെ ചെയ്യാം? പല രീതിയിൽ ചെയ്യാം. ഗൂഗിൾ സെർച്ച് ആഡ്സ് റൺ ചെയ്യാം, ഗൂഗിൾ യൂട്യൂബ് ആഡ്സ് റൺ ചെയ്യാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, ഓഫ്ലൈനായിട്ട് ചെയ്യാം. അത് ഞാനിവിടെ നിങ്ങൾക്കൊരു പ്ലാൻ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. അതാണ് അതിൽ പറയുന്നത്. ഓക്കെ, അയ്യോ പോയല്ലോ. ഓക്കെ, ഇത് കണ്ടോ, കോൾഡ് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ എന്താണത്, ഈ ഒരു മെത്തഡാണ്. അപ്പോൾ ഗൂഗിൾ സെർച്ച് ആഡ്സ് ആവാം, SEO വഴി ആവാം. നിങ്ങൾ നന്നായിട്ട് SEO ചെയ്ത് ടൈം എടുക്കുവാണെങ്കിൽ നല്ലൊരു മെത്തഡാണ്. എനിക്ക് ഗൂഗിൾ ആഡ്സ് ആണ് ഇഷ്ടം, പക്ഷേ SEO ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ലതാണ്. പിന്നെ ഗൂഗിൾ ഡിസ്പ്ലേ ആഡ്സ്, ലിങ്ക്ഡിൻ വഴി പോസ്റ്റുകൾ ചെയ്യുക, സ്ഥിരം ഫേസ്ബുക്കിൽ സ്ഥിരം പോസ്റ്റുകൾ ചെയ്യുക, പല ആൾക്കാരിലേക്ക് എത്തുന്നു, നല്ല #ടാഗ്സ് ഒക്കെ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാറിയാലോ. ഓഫ്ലൈൻ മാർക്കറ്റിംഗ്, കോൾഡേഴ്സ്, വാട്സാപ്പ് SMS, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് എന്തിനാ? ഇവർ വെറുതെ ഇൻഫർമേഷൻ അല്ലേ വായിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്? അതാണ് റീമാർക്കറ്റിങ്ങിൻ്റെ തുടക്കം. നമ്മൾ ഫണലിലേക്ക് ഇറങ്ങുവാണ്. ആദ്യം കോൾഡ് ലീഡ്സ് ആയിരുന്നു, കോൾഡ് ഓഡിയൻസ് ആയിരുന്നു. ഇനി നമ്മൾ ഇറങ്ങുവാണ്.
വാം ലീഡ്സിലേക്ക് എത്തുന്നത്. അതായത് കോൾഡ് ആൾക്കാരെ വന്ന് പോയി ഇവനെ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒരു റീമാർക്കറ്റിംഗ് കോഡ്, ഒരു പിക്സൽ കോഡ്, ഗൂഗിൾ ടാഗ് അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് കോഡ്സ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അങ്ങനത്തെ കോഡ്സ് നമ്മൾ ഇവരുടെ ഈ പ്ലാറ്റ്ഫോംസിന് എടുത്തിട്ട് നമ്മളുടെ വെബ്സൈറ്റിന്റെ ഹെഡർ ടാഗിൽ കൊണ്ട് പ്ലേസ് ചെയ്യാം. അങ്ങനെ വിചാരിക്കാം നമ്മളുടെ വെബ്സൈറ്റിൽ ഒരു അവരുടെ കോഡ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആര് വന്നാലും അവർ ടാഗ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്നലെ 2-3 ദിവസം മുന്നേ ഞാൻ ഗ്രീൻ സോൾ ആണെന്ന് തോന്നുന്നു, ഗ്രീൻ സോൾ ചെയർസ്, അങ്ങനെ ഒരു ചെയർസിൻ്റെ വെബ്സൈറ്റിലേക്ക് ഞാൻ പോയി. അവരുടെ വെബ്സൈറ്റിൽ അവരുടെ ഓഫീസ് ചെയർ ഒരെണ്ണം മേടിക്കണമെന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുമായിരുന്നു, പഠിക്കുമായിരുന്നു, എത്ര വിലയാവുന്നൊക്കെ നോക്കുമായിരുന്നു. പിറ്റേ ദിവസം യൂട്യൂബിൽ ഇതാണ്ട ഒരു പരസ്യം, നമ്മളുടെ ഗൂഗിൾ യൂട്യൂബ് ഡിസ്കവറി ആഡ്സ് ആണ്, അത് നമ്മളുടെ റെക്കമെൻഡേഷൻസിൽ ടോപ്പിൽ വരുന്ന ഒരു പരസ്യം അവരുടെ. ഇത് ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയാനൊന്നുമില്ല, കാരണം ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങളൊക്കെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, വളരെ ചീപ്പായിട്ട്, വളരെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ആൾക്കാരെ നമ്മൾ നമ്മളുടെ ബ്ലോഗിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തിക്കാം. ഓക്കെ, എത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ കളി തുടങ്ങുന്നത്. ഓക്കെ, നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഫണലിന് ഒരു വാമായിട്ട് ഇറങ്ങിയാലോ, വാമാക്കാം നമുക്ക്. ഇന്നെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ എവിടെ പോയാലും നമ്മളവിടെ ഉണ്ടാവണം, എവിടെ തിരിഞ്ഞാലും നമ്മളവിടെ കാണണം. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്, ഗൂഗിൾ സെർച്ച് ആഡ്സ് ആവാം. ഇപ്പോൾ ഞാൻ ഒരു വെബ്സൈറ്റ് എന്താ പറയുക, ഈ ഗൂഗിൾ എന്താ പറയുക, ഞാൻ ഇവരുടെ കസാര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇനി നാളെ ഞാൻ ഓഫീസ് ചെയർസ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ വെബ്സൈറ്റ് ആയിരിക്കും ആദ്യം ഒരു പരസ്യമായിട്ട് കയറി വരുന്നത് എൻ്റെ സെർച്ച് ആഡ്സിൽ. മനസ്സിലായോ? ഗൂഗിൾക്ക് നമ്മളുടെ എല്ലാവരുടെയും ഡേറ്റ ഉണ്ടെന്നേ, മനസ്സിലായോ? അതേപോലെ ഡിസ്പ്ലേ ആഡ്സ്, അതായത് അവർ ഏത് വെബ്സൈറ്റിൽ, വേറെ വെബ്സൈറ്റിൽ പോലെ moneycontrol.com പോവാണ്, അല്ലെങ്കിൽ LICയുടെ വെബ്സൈറ്റിൽ പോവാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് പോകണം, അവിടെയൊക്കെ നമ്മുടെ സൈഡിൽ ബാനർ ആഡ്സ് കാണുമല്ലോ. അവർ നമുക്ക് നമ്മളുടെ സപ്പോസ് ഈ കസാര, ഈ ഓഫീസ് ചെയർസ് ആണ് നമ്മുടെ ക്ലയൻറ്റ് എന്ന് വിചാരിക്കുക, അവരുടെ പരസ്യമായിരിക്കും അവിടെ കാണുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ യൂട്യൂബ് ആഡ്സ്, യൂട്യൂബിൽ ഞാൻ പറഞ്ഞ പോലെ എവിടെ പോയാലും അവർ നമ്മളുടെ പരസ്യം കാണണം. ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഫ്യൂച്ചറിൽ ഒരു എന്താ പറയുക വീഡിയോസിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സോ നിങ്ങൾ ഡോണ്ട് വറി. ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്, ഇവർ വന്നു കഴിഞ്ഞു, അപ്പോൾ അവർ വീണ്ടും പഠിക്കുവാണ്. പക്ഷെ അവരപ്പോഴും കൺവേർട്ട് ആവണം നിർബന്ധമില്ല. കൺവേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അവരത് മേടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അവർ വീണ്ടും പോകും, നമ്മൾ വീണ്ടും അവരെ പുറകെ പോകും. മനസ്സിലായി? പിന്നെ കുട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ, ടാക്ടിക്സ് എന്താന്ന് പറഞ്ഞാൽ, ഒരു 10 ലക്ഷം പേരെ ഒരു തവണ പരസ്യം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു 10,000 പേരെ 10 തവണ പരസ്യം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ 1000 പേരെങ്കിലും 500 പേര് കൺവേർട്ട് ആകും. അതാണ് എൻ്റെ ലക്ഷ്യം. മനസ്സിലായില്ലേ? സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ മോർ ദ നമ്പർ ഓഫ് ടൈംസ് ദേ വ്യൂ അവർ ആഡ്സ്, ദ മോർ ദ കൺവെൻഷൻ ഇസ് പോസിബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്, ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നമ്മളുടെ വെബ്സൈറ്റിൽ ഒരു ലീഡ് ഫോം ഫില്ല് ചെയ്യാനായിട്ട് ഇവർക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, ഇവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നതാണ്, ഇവൻ്റെ പ്രോഡക്റ്റ്, ഈ വെബ്സൈറ്റിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നതാണ്, ലീഡ് ഫോം ഫില്ലപ്പ് ചെയ്യാം. ലീഡ് ഫോം ഫില്ലപ്പ് ചെയ്യും ചില ആൾക്കാർ ഓർഡേഴ്സ് ആഡ് ടു കാർട്ട് ചെയ്ത് വെക്കും. മനസ്സിലായില്ലേ? ചില ആൾക്കാർ ഫോൺ നമ്പർ തന്നിട്ട് പോകും. അതാണ് ഈ ലീഡ് ഫോം ഫില്ലപ്പ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാർ ലീഡ് ഫോം ഫില്ലപ്പ് ചെയ്യാം, ചില ആൾക്കാർ ഡയറക്റ്റായിട്ട് തന്നെ അവർ ഈ ഫോൺ നമ്പർ ഇമെയിലും തരും. ഓക്കെ, അപ്പോൾ അങ്ങനെ അതാണ് 2 ലൈൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു താങ്ക് യു പേജ് ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഒരു താങ്ക് യു പേജ് അവിടെ കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വാം ലീഡ്സിനെ ഹോട്ട് ആക്കുക എന്നാണ്. അത് നമ്മളെങ്ങനെ ചെയ്യും? ശരി, ഇവൻ വന്നു വെബ്സൈറ്റിൽ ലീഡ്സ് എൻ്റർ ചെയ്തു, ഇവൻ ആഡ് ടു കാർട്ട് ചെയ്തു. ചില ആൾക്കാർ ഇപ്പോൾ ഒരു ഓൺലൈൻ ട്യൂഷനാണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ വേണ്ട പേരും ഫോൺ നമ്പറും ക്ലാസ്സും ഏത് സബ്ജക്റ്റ് വേണമെന്നൊക്കെ എൻ്റർ ചെയ്ത് പോകും. പക്ഷേ അവൻ പിന്നെ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് അത് ചെയ്യുന്നതെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കുക, കൺവേർട്ട് ചെയ്യാൻ നോക്കുക. അതൊരു മെത്തേഡ്. എന്നിട്ടും കൺവേർട്ട് ആയാലും വിചാരിക്കുക, നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യണം. അവർ ഇമെയിൽ എൻ്റർ ചെയ്ത് പോകുമല്ലോ. അപ്പോൾ നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു സെഗ്മെൻറ്റ് തന്നെ ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുവാം. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവർ വീണ്ടും ഇമെയിൽ വഴി അയക്കുക, സാറേ ഇന്ന് ഓഫർ ഉണ്ട്,
അപ്പോൾ നിങ്ങൾ അത് ചിലപ്പോൾ ആൾക്കാർ തുറന്നു നോക്കാൻ റെഡി ആയിരിക്കും. സാറേ, നിങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനെപ്പറ്റി നിങ്ങൾ അറിയണം, മാഡം ഈ ഒരു ബുക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ 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 നമ്മൾ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് സെറ്റാക്കും. അതായത് ഇമെയിൽ 1, ഇമെയിൽ 2, ഇമെയിൽ 3 നമ്മളിങ്ങനെ കറക്റ്റ് ടൈമിൽ സെറ്റാക്കുക. അത് മെയിൽ ചിമ്പ് ചെയ്യാം, പിന്നെന്താണ് ഗെറ്റ് റെസ്പോൺസ്, പിന്നെ ഗൂഗിളിൽ തന്നെ ഉണ്ട്. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽഡ് പിന്നെ പറഞ്ഞുതരാം. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഓഫർ ചെയ്യാൻ നോക്കട്ടോ, ഒരു ബുക്കോ അല്ലെങ്കിൽ വല്ലൊരു ടെസ്റ്റ് ഡ്രൈവോ എന്തെങ്കിലും ഓഫർ ചെയ്യാൻ നോക്കിട്ടോ, അത് എപ്പോഴും നല്ലതാണ്. അപ്പം അങ്ങനെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാം. പിന്നെ നമുക്ക് വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യാം. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വാട്സാപ്പ് മാർക്കറ്റിംഗ്, SMS മാർക്കറ്റിംഗ്, ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാനുള്ള ടെക്നിക്സ് നമ്മുടെ കയ്യിലുണ്ട്. വിളിക്കുക, അതിന് നമുക്കൊരു സ്റ്റാഫ് വേണം. അങ്ങനെയാണ് അവസാനം ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റ് ഒരു ക്ലയൻ്റായി മാറുന്നത്, ഒരു കസ്റ്റമറായി മാറുന്നത്. ഇതാണ് ഒരു കസ്റ്റമറിൻ്റെ ജേണി. ആവശ്യം വരുമ്പോൾ ആദ്യം വരേണ്ടത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആയിരിക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ വെറുതെ പരസ്യം കാണിക്കുക, വെറുതെ സെർച്ച് ആഴ്ച കാണിച്ച് ക്ലയൻറ്റിൻ്റെ കാശ് കളയുക, നമ്മളുടെ കാശ് കളയുക, അതൊരു മണ്ടത്തരാണ്. പ്ലീസ്, നിങ്ങൾ വെറുതെ കാശ് കളയരുത്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് ഇറങ്ങിയാൽ പോരാ, അത് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗൂഗിൾ ആഡ്സിൻ്റെ നിങ്ങൾ തന്നെ ചെയ്ത് നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, അതിങ്ങനെ വെറുതെ പരസ്യം റൺ ചെയ്യുക, എങ്ങനെ വരുന്നുണ്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പൊട്ടുമ്പോഴാണ് എന്താ അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഓക്കെ, ഞാൻ ഇതിൻ്റെ ലിങ്ക്, ഫണലിറ്റിക്സിൻ്റെ ഈ ലിങ്ക് ഞാൻ യൂട്യൂബ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എടുത്ത് നോക്കുക. ഫണലിറ്റിക്സ് നല്ലൊരു ആപ്പാണ്. ഇത് ഈ ആപ്പല്ല, ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതേപോലെ ഒരു പ്ലാൻ ഉണ്ടാക്കാനായിട്ട്, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കാൻ, എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ക്ലയൻസിനോടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ആർക്കും ഷെയർ ചെയ്യാം നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. മനസ്സിലായില്ല? ഐഡിയ ഷെയർ ചെയ്യാൻ നല്ലൊരു ആപ്പാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾക്ക് എന്താ പറയുക, ഇനി ഫ്യൂച്ചറിൽ എന്തിനെ പറ്റി അറിയാൻ ആഗ്രഹം എന്തെങ്കിൽ നിങ്ങൾ പറയാം, ഞാനത് ചെയ്തു തരാം. ഓക്കെ.